ബ്രഹ്മാണ്ഡമായി വരുന്ന സിനിമകൾ പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഹൈപ്പ് കയറി കഴിയുമ്പോഴേക്കും ആ ചിത്രത്തിന് വിപരീതമായ അഭിപ്രായങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴായി ഓരോ സിനിമകൾ റിലീസാകുമ്പോൾ പോലും പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴുമുള്ള കലാപരിപാടിയാണ്. അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാനും സാധിക്കില്ല. പക്ഷേ ചിത്രത്തിന് നെഗറ്റീവ് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പല കോണിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്: ഹൈപ്പ് പ്രതീക്ഷിച്ചു, പ്രേക്ഷകർ എന്തിനാണ് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത് തുടങ്ങി പ്രേക്ഷകർക്ക് മേലാണ് പലപ്പോഴും കുറ്റം ചാർത്തപ്പെടാറുള്ളത്. ഈ റിലീസായി ഇക്കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ റിലീസായ പല വമ്പൻ സിനിമകളും പ്രേക്ഷകർക്കിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാതെ പോയി. റിലീസിന് മുന്നേ തന്നെ വലിയ അഭിപ്രായങ്ങൾ നേടിയിരുന്നു. ഇതിങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നുള്ള പ്രതീക്ഷകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിനിമ റിലീസായതിനു ശേഷം വലിയ മോശം അഭിപ്രായങ്ങൾ നേടുകയും അതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലേക്ക് തിരുത്തി വരികയും ചെയ്തിട്ടുണ്ട്. വലിയ ഉദാഹരണങ്ങൾ എടുത്തെടുത്ത് സൂചിപ്പിക്കാം. ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറയുമ്പോൾ സാധാരണയായി ഏറ്റവും സ്റ്റാർ ഐക്കൺസിൻ്റെ സിനിമകളൊക്കെ തന്നെയായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് സൂര്യനായകനായ കങ്കുവ എന്ന ചിത്രം. നിർമ്മാതാവായ ജ്ഞാനവേൽ രാജ ഉൾപ്പെടെയുള്ളവർ വലിയ അഭിപ്രായമായിരുന്നു. സൂര്യയും പറഞ്ഞിരുന്നത് പല കോണിൽ നിന്നുള്ള നിർമ്മാതാക്കൾ വായും പൊളിച്ച് നോക്കി നിൽക്കും ഈ സിനിമയെ പറ്റി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ശിവ പറഞ്ഞിരുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ തമിഴ് സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു സൃഷ്ടിയാണ് കങ്കുവ എന്നാണ്. മാത്രമല്ല നിർമ്മാതാവായ KE ജ്ഞാനവേൽ രാജ പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഓഡിയോ ലോഞ്ചിന് വന്നിരുന്ന പ്രേക്ഷകർ ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുക, സക്സസ് മീറ്റ് ഡിസംബറിൽ നടത്തും, ഡേറ്റ് ഞാൻ പിന്നീട് പ്രഖ്യാപിക്കും, അന്ന് ഈ ടിക്കറ്റുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് ആ ഷോയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള വലിയ അഭിപ്രായങ്ങളായിരുന്നു വന്നിരുന്നത്. മാത്രമല്ല ജ്ഞാനവേൽ രാജ പറഞ്ഞിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യ പാർട്ടിൽ വരുമ്പോഴേക്കും ക്ലാഷ് വയ്ക്കാൻ വേറെ സിനിമകൾ ഉണ്ടാവും, പക്ഷേ രണ്ടാം പാർട്ട് കങ്കുവ 2 വരുമ്പോഴേക്കും ക്ലാഷ് വയ്ക്കാൻ ഒറ്റ സിനിമാക്കാർ പോലും വരില്ല, കാരണം അത്രമാത്രം ക്രേസിലേക്ക് ആരാധകർ മാറുമെന്നായിരുന്നു. പക്ഷേ ആദ്യ ദിനം കങ്കുവ റിലീസായ ആദ്യ ദിനം തന്നെ 8 നിലയിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അത്രമേൽ നെഗറ്റീവായ അഭിപ്രായങ്ങളാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിൽ സൂര്യക്കെതിരെയും ശിവയ്ക്കെതിരെയും ആക്രമണങ്ങൾ വലുതായിരുന്നു. അലർച്ച കാരണം തിയേറ്ററുകളിൽ നിന്നും അസഹനീയമായി ഇറങ്ങിപ്പോവേണ്ട പ്രേക്ഷകരുടെയും ആളുകളുടെ എണ്ണം നിസ്സാരമൊന്നുമായിരുന്നില്ല. അതൊരു ഏറ്റവും പുതിയ എക്സാമ്പിളാണ്. അങ്ങനെ റിലീസാകുന്ന വൻ ഹൈപ്പിൽ വരുന്ന സിനിമകൾ നിരാശാജനകമായി മാറുന്ന കാഴ്ചയുണ്ടോ? എന്നാൽ മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ കൽക്കി 2898 എന്ന ചിത്രവും ഇതുപോലെ ബ്രഹ്മാണ്ഡമായ സ്റ്റാർ കാസ്റ്റിൽ വന്ന ചിത്രമാണ് പോലും തിയേറ്ററിൽ പ്രേക്ഷകരെ സംതൃപ്തപ്പെടുത്താൻ കൽക്കി എന്ന ചിത്രത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി കൽക്കിയെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രേക്ഷകരുടെ കുഴപ്പമാണോ? ആണോ അല്ലയോ? ഈ 2 ചോദ്യങ്ങളും നിലനിർത്തുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പുഷ്പ 2 റിലീസിന് ഒരുങ്ങുകയാണ്. വലിയ ഹൈപ്പാണ് ചിത്രത്തിനുമേലുള്ളത്. അണിയറ പ്രവർത്തകരും സംവിധായകരും എല്ലാവരും വലിയ ഹൈപ്പിൽ ചിത്രത്തെ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലായിടത്തും അല്ലു അർജുനും ടീമും പ്രൊമോഷന് വേണ്ടി ഇറങ്ങുന്നു. കൊച്ചിയിലും അല്ലു അർജുൻ ടീമും വന്നിരുന്നു. അന്ന് അല്ലു അർജുൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളികളോടുള്ള സ്നേഹം കാരണം ഒരു പാട്ടിൽ 6 ലാംഗ്വേജസിലും റിലീസാവുന്ന ഒരു പാട്ടിൻ്റെ ആദ്യത്തെ വരി മലയാളത്തിൽ മാത്രമായിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മലയാളികളോടുള്ള സ്നേഹം കാണിക്കുന്നതെന്നൊക്കെ അല്ലു അർജുൻ്റെ വാക്കുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പുഷ്പ 2 റിലീസാകുമ്പോൾ എന്തായിരിക്കും അഭിപ്രായം എന്നത് സംബന്ധിച്ച് നിൽക്കുന്നുണ്ട്. പലരും പറയാറുണ്ട് ആദ്യ ഷോയുടെ പ്രതികരണം വരട്ടെ എന്നിട്ട് നമുക്ക് പോയി കാണാം. എന്നാലും വീണ്ടും 4 മണിക്കുള്ള ഫാൻ ഷോയ്ക്ക് പോയി അത് പ്രതീക്ഷയോടെ പോയി കാത്തിരിക്കുന്ന ഒരു പറ്റം ഫാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 4 മണിക്കുള്ള ഷോയ്ക്ക് ഇപ്പോഴേ പലയിടത്തും ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അത്രമേൽ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആരാധകർക്ക് മേൽ പുഷ്പ 2 എന്തായിരിക്കും കൊടുക്കാൻ സാധിക്കുക എന്നറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കങ്കുവ പോലെ വളരെ ഡിസാസ്റ്റർ ആയിട്ട് മാറുമോ, അതോ നേരത്തെ സൂചിപ്പിച്ച പോലെ കൽക്കിയെ പോലെ പ്രേക്ഷകർക്ക് ആശ്വാസകരമാവുന്ന രീതിയിലേക്ക് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് പുഷ്പ 2 മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.